സാധാരണ നമുക്ക് പ്രസ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ വരുന്ന രണ്ട് മുഖങ്ങൾ, ഒന്ന് മിസ്റ്റർ ശ്രീജിത്ത് ബാലകൃഷ്ണൻ, മറ്റൊന്ന് VS സനോജുമാണ്. പക്ഷേ ഇന്ന് രണ്ടുപേരും ഇല്ലാത്തത് കൊണ്ട് മറ്റൊരാളാണ് നമുക്കൊപ്പം ഇന്ന് പ്രസ് സ്റ്റോപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. സുജിത് ചന്ദ്രനുണ്ട് എനിക്കൊപ്പം. സുജിത് ചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഇപ്പോൾ പത്രങ്ങളൊക്കെ രാവിലെ കയ്യിലുണ്ട്. പ്രധാനമായിട്ടും ഇന്നത്തെ വാർത്ത നമ്മളെയൊക്കെ ദുഃഖിപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. തേവലക്കര സ്കൂളിലെ മിഥുൻ്റെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ 9:30 മിഥുൻ്റെ അമ്മ എത്തുകയാണ്. വളരെ ഹൃദയത്തിൽ തട്ടുന്ന രംഗങ്ങളായിരിക്കും, സഹിക്കാനാവാത്ത രംഗങ്ങളായിരിക്കും വരുന്നതൊക്കെ തന്നെ. പത്രങ്ങളും ഇന്ന് പ്രധാനമായും ഉള്ള ഭാഷ, നമ്മുടെ പത്രങ്ങളൊക്കെ തന്നെ ആ ഒരു വാർത്തയ്ക്ക് ഇന്ന് 3ാമത്തെ ദിവസമായിട്ടും വലിയ പ്രാധാന്യം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഹെഡ് മിസ്ട്രസിൻ്റെ സസ്പെൻഷൻ സംബന്ധിച്ച വാർത്തയാണ്, ഒപ്പം അതിൻ്റെ അനുബന്ധ വാർത്തകളുമാണ് വരുന്ന പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ. മനോരമ ആദ്യമായിട്ട് എടുത്താൽ സ്കൂളിൽ ഷോക്കേറ്റ് വിദ്യാർത്ഥിയുടെ മരണം, ഹെഡ് മിസ്ട്രസിന് സസ്പെൻഷൻ, മാനേജ്മെൻറ്റിനോട് വിശദീകരണം തേടുമെന്ന് മന്ത്രി, വൈദ്യുതി ലൈൻ മാറ്റാൻ നടപടിയുമായി KSEB. ഇതൊക്കെ നമ്മൾ ഇന്നലെ കണ്ട വാർത്ത തന്നെയാണ്. പക്ഷേ അതിൽ ഏറ്റവും നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്നത് അതോടൊപ്പം കൊടുത്തിരിക്കുന്ന ഒരു വാർത്താ ചിത്രമുണ്ട്. സ്കൂളിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ വിദ്യാർത്ഥി മിഥുൻ്റെ കൂട്ടുകാർ, മിഥുൻ എപ്പോഴും കളിക്കുന്ന ഫുട്ബോളുമായി ഇരിക്കുന്ന ഒരു ചിത്രം അതിനൊപ്പം വന്നിരിക്കുന്നു. നാട്ടിൽ ടൂർണമെൻറ്റ് നടത്താൻ എപ്പോഴും മുന്നിൽ നിന്നിരുന്നത് മിഥുനായിരുന്നുവെന്നും ആ വാർത്തയിൽ പറയുന്നുണ്ട്. ആ പന്തുമായിരിക്കുന്ന കുട്ടികളുടെ വാർത്താ ചിത്രം തീർച്ചയായിട്ടും ഏറെ വേദനിപ്പിക്കുന്നതാണ്. മാതൃഭൂമിയും ഈ വാർത്ത തന്നെ പ്രധാനമായി 1-ാം പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പ്രധാനാധ്യാപികയ്ക്ക് സസ്പെൻഷൻ. അതായത് മിഥുൻ്റെ കുടുംബത്തിന് നൽകുന്ന എന്തൊക്കെയാണ് സർക്കാർ ഈ ഒരു വലിയ രോഷത്തിൻ്റെയും ജനരോഷത്തിൻ്റെയും മറ്റു സാഹചര്യത്തിൽ മിഥുൻ്റെ കുടുംബത്തിന് ധനസഹായം നൽകുന്നു. മിഥുൻ്റെ സഹോദരന് +2 വരെ പരീക്ഷാ ഫീസ് ഒഴിവാക്കും, സ്കൂൾ PTA പുനഃസംഘടിപ്പിക്കുമെന്ന് തുടങ്ങിയ വാർത്തയ്ക്കൊപ്പം അനുമതിയില്ല എന്നിട്ടും ഫിറ്റ്നസ്, അനുമതിയില്ലാതെ നിർമ്മിച്ച സൈക്കിൾ ഷെഡ് പരിഗണിക്കാതെയാണ് സ്കൂളിന് മൈനാഗപ്പള്ളി പഞ്ചായത്ത് ഫിറ്റ്നസ് കൊടുത്തത് എന്ന വാർത്ത വളരെ പ്രധാനമായി മാതൃഭൂമി അതിനോടൊപ്പം നൽകുന്നു. ദേശാഭിമാനിയും ഈ വാർത്ത തന്നെ മുൻപേജിൽ വളരെ പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും സർക്കാർ എടുക്കുന്ന പ്രധാന തീരുമാനങ്ങളും ഒപ്പം KSEB അടക്കം 5 ലക്ഷം രൂപ നൽകിയതും കുടുംബത്തിന് നൽകിയതുമൊക്കെ ആയിട്ടുള്ള വാർത്തയാണ് ദേശാഭിമാനിയിൽ സ്വാഭാവികമായിട്ടും വന്നിരിക്കുന്നത്. കർശന നടപടിയുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് എത്തുന്നു. സഹോദരൻ്റെ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസ ചെലവുകൾ വഹിക്കും. KSEB 5 ലക്ഷം രൂപ നൽകി എന്നിങ്ങനെയുള്ള വാർത്തകൾ അതിലും വരുന്നു. ഹെഡ് മിസ്ട്രസ് സസ്പെൻഡഡ് എന്ന വാർത്ത ഹിന്ദുവും പ്രധാനപ്പെട്ട എല്ലാ പത്രങ്ങളിലെയും 1-ാം പേജിലും 2-ാം പേജിലും ഒക്കെയായി ഈ വാർത്ത ഇടം പിടിച്ചിട്ടുണ്ടെന്ന്. ആഫ്റ്റർ ഡെത്ത് ഓഫ് സ്റ്റുഡൻറ്റ് അറ്റ് തേവലക്കര സ്കൂൾ, എ ഡേ ആഫ്റ്റർ 13-year-old സ്റ്റുഡൻറ്റ് മിഥുൻ വാസ് ഇലക്ട്രിക്യൂട്ടഡ് അറ്റ് തേവലക്കര ബോയ്സ് എന്ന് പറഞ്ഞിട്ട്, ഒപ്പം അതിനു മുമ്പ് ആ സ്കൂളിൻ്റെ മുറ്റത്ത് നാട്ടുകാരൊക്കെ കൂടി നിൽക്കുന്ന ഒരു ചിത്രവും ഒരു വാർത്താ ചിത്രവും ഹിന്ദു പത്രം കൊടുത്തിട്ടുണ്ട്. ജന്മഭൂമി അതിനിടയിൽ, ജന്മഭൂമിയുടെ മുൻപേജിൽ സ്വാഭാവികമായി ഈ വാർത്തയുണ്ട്. CPM സർക്കാർ ഗൂഢാലോചന, മാനേജ്മെൻറ്റിനെ പ്രതിയാക്കി പ്രധാനാധ്യാപികയെ രക്ഷിക്കാൻ ശ്രമം എന്നൊക്കെയുള്ള വാർത്ത അതിനുള്ളിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ 5-ാം പേജിൽ ഒരു ആരോപണ സ്വരത്തിൽ പറയുന്നത് ജീവനെടുത്ത വൈദ്യുതി കമ്പിയും പാർട്ടിമയമായിരുന്നു. തേവലക്കരയിൽ വിദ്യാർത്ഥിയുടെ ജീവനെടുത്ത വൈദ്യുതി ലൈൻ നിയമവിരുദ്ധമായി സ്ഥാപിച്ചത് സ്കൂളിൻ്റെ പിന്നിൽ താമസിക്കുന്ന CPIM അനുഭാവികളായ 20-30 കുടുംബങ്ങളുടെ വീട്ടിലേക്ക് വൈദ്യുതി കൊണ്ടുപോകാനാണ് എന്നൊരു ആരോപണമാണ് ഈ ജന്മഭൂമി ഉയർത്തുന്നത്. അതോടൊപ്പം ജനരോഷം ശക്തമായി. ചിഞ്ചുറാണി തെറ്റ് സമ്മതിച്ചു. അവരുടെ മന്ത്രിയുടെ ഒരു നാക്കുപിഴയൊക്കെ കഴിഞ്ഞ ദിവസം വാർത്തയായിരുന്നല്ലോ. മാനേജ്മെൻറ്റിനെ തണുപ്പിക്കും, ജനരോഷം തണുപ്പിക്കാൻ CPIM രംഗത്ത് എന്ന് തുടങ്ങിയ വാർത്തകളൊക്കെ ജന്മഭൂമി കൊടുക്കുന്നുണ്ട്. ഒപ്പം മാധ്യമം പത്രത്തിൻ്റെ 5-ാം പേജിൽ ഇതിനോടൊപ്പം ഇന്ന് വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, ഒരു വർഷത്തിനിടെ മരിച്ചത് 241 പേരാണ് ഈ കേരളത്തിൽ വൈദ്യുതാഘാതമേറ്റ് ഷോക്കേറ്റ് ഉള്ള അപകടങ്ങൾ വർദ്ധിക്കുന്നു. 2004 ഏപ്രിൽ 1 മുതൽ 2025 മാർച്ച് 31 വരെ 241 മനുഷ്യജീവനാണ് വൈദ്യുതാഘാതമേറ്റ് ഇല്ലാതായത്. 140 പേർക്ക് വിവിധ അപകടങ്ങളിൽ പരിക്കേറ്റു എന്നുള്ള വർഷം തിരിച്ചുള്ള കണക്ക്. 2020-21 242, നേരത്തെ അത് 236. അങ്ങനെ ഏപ്രിൽ 1 മുതൽ മാർച്ച് വരെ ഷോക്കേറ്റ് മരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്. തിരുവനന്തപുരം 25, കൊല്ലം 31 എന്നിങ്ങനെ മാധ്യമത്തിൽ ഈ വാർത്ത വരുന്നുണ്ട്. കേരള കൗമുദിയിൽ ഇതോടനുബന്ധിച്ച് കേരള കൗമുദിയുടെ ഒരു മുഖപ്രസംഗം തന്നെ ഇന്ന് നേരത്തെ കേരള കൗമുദിയുടെയും 1-ാം പേജിൽ
മനോരമ പ്രസിദ്ധീകരിച്ചതിന് സമാനമായ ആ ഫ്രെയിമിൻ്റെ തന്നെ മറ്റൊരു ചിത്രം ഉണ്ട്. സ്കൂൾ സുരക്ഷയ്ക്ക് കർശന നടപടി എന്ന പേരിലാണ് അതിലെ വാർത്ത വന്നിരിക്കുന്നത്. മാനേജ്മെൻറ്റിന് കാരണം കാണിക്കൽ നോട്ടീസ്, തേവലക്കരയിൽ ഹെഡ് മിസ്ട്രസ് സസ്പെൻഷൻ ഒക്കെ പറയുന്നതിനൊപ്പം കേരള കൗമുദിയുടെ എഡിറ്റോറിയൽ തുറന്നിരുന്നിട്ടും ഒന്നും കാണാത്ത കണ്ണുകൾ, അനാസ്ഥതയുടെയും കെടുകാര്യസ്ഥതയുടെയും അശ്രദ്ധയുടെയും മറ്റും കാണാക്കണികളിൽ വീണുപോകുന്നവരുടെ ജീവൻ വേണം നമ്മുടെ ജാഗ്രതയുടെ കണ്ണ് തുറക്കാനെന്ന സ്ഥിതി ദുഃഖകരവും ലജ്ജാകരവും മാത്രമല്ല നാളെക്കുറിച്ച് പല മട്ടിൽ ആശങ്കയും ഭീതിയും ജനിപ്പിക്കുന്നതാണ് എന്ന് തുടങ്ങി ആ മരണത്തിൽ ക്ഷോഭിച്ച് ആ ക്ഷോഭം ഉൾക്കൊള്ളുന്ന ഭാഷയിൽ തന്നെ കേരള കൗമുദി മുഖപ്രസംഗവും എഴുതിയിരിക്കുന്നു. സ്കൂൾ സുരക്ഷയ്ക്ക് കർശന നടപടി എന്ന പേരിൽ ഒന്നാം പേജിൽ തന്നെ കേരള കൗമുദിയുടെ ആ വാർത്തയും വരുന്നുണ്ട്. മംഗളവും ഇന്നത്തെ മംഗളവും വേണം വകതിരിവ് എന്ന പേരിലാണ് മംഗളത്തിൻ്റെ ഇന്നത്തെ എഡിറ്റോറിയൽ വന്നിരിക്കുന്നത്. രണ്ട് പത്രം ഇന്നലെയും എഡിറ്റോറിയൽ എഴുതിയ പത്രങ്ങളുണ്ട്. തുടർച്ചയായ മൂന്നാം ദിവസവും കേരളത്തെ ആകെ ഞെട്ടിച്ച 13 വയസ്സുള്ള ഈ കുട്ടിയുടെ മരണം അത്ര ആഴത്തിൽ കേരളത്തെ വേദനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ നെഞ്ചിൽ നിലവിളിയായി മാറിയ തേവലക്കര സ്കൂളിലെ 8ാം ക്ലാസ്സുകാരൻ മിഥുൻ്റെ മരണത്തിൽ മന്ത്രി ചിഞ്ചുറാണി നടത്തിയ പ്രതികരണം കടുത്ത വകതിരിവില്ലായ്മയായി ആണെന്ന് പറയേണ്ടി വരും. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ അധ്യാപകരെ കുറ്റം പറയാൻ പറ്റില്ലെന്നും വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച എന്ന തരത്തിലുമായിരുന്നു മന്ത്രി പറഞ്ഞത്. അത് ഒരു നാക്കുപിഴയാണെന്ന് പറഞ്ഞ് മന്ത്രി അതിന് മാപ്പ് പറയുകയും ആ തെറ്റ് ഖേദം പ്രകടിപ്പിക്കുകയും കുട്ടിയുടെ വീട്ടിലടക്കം പോയി മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും പൊതുപ്രവർത്തകർക്ക് ഇതേപോലെയുള്ള സമയങ്ങളിൽ ഉണ്ടാകേണ്ട വകതിരിവ് എത്തരത്തിലായിരിക്കണം, വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നത് സംബന്ധിച്ച് ഒരു വാർത്തയാണ് മംഗളം പറയുന്നത് അവരുടെ എഡിറ്റോറിയലിലൂടെ. സുപ്രഭാതവും ഇന്നത്തെ എല്ലാ പത്രങ്ങളും തന്നെ ഈ ഒരു വാർത്തയെ പല പേജുകളിലായി വിന്യസിച്ചിട്ടുണ്ട്. സുപ്രഭാതം പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ വാർത്ത തന്നെ, ഒരു വർഷത്തിനിടെ പൊലിഞ്ഞത് 241 ജീവനാണെന്ന് സർക്കാരിനെയും KSEBയെയും ഓർമ്മിപ്പിക്കുകയാണ് സുപ്രഭാതം. വൈദ്യുതി അപകടത്തെ തുടർന്ന് ഒരു വർഷത്തിനിടെ 241 പേർക്ക് ജീവൻ നഷ്ടമായെന്ന് കണക്കുകൾ. ഇങ്ങനെ എല്ലാ പത്രങ്ങളും തന്നെ ഈ ഒരു വാർത്തയെ വളരെ പ്രാധാന്യത്തോടു കൂടി കൊടുത്തിട്ടുണ്ട്. അടുത്ത ഒരു വിഷയത്തിലേക്ക് കടന്നാൽ പ്രധാനമായും ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ ഒരു വാർത്ത ഇതുതന്നെയാവും. അതായത് ഈ കേരള യൂണിവേഴ്സിറ്റിയിലെ ഒരു മൂപ്പിളമ തർക്കം ഒടുവിൽ ഇപ്പോൾ സെറ്റിലായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവിടുത്തെ ഒരു അധികാര തർക്കം VCയും ഗവർണറും സർക്കാരുമൊക്കെ തമ്മിലുള്ള തർക്കം ആകുന്നു എന്നുള്ള വാർത്തയാണ്. 6ാം പേജിൽ ഇങ്ങനെ പറയുന്നു: ഒടുവിൽ വിശാല ഹൃദയർ എല്ലാം ക്ഷമിക്കുന്നു. പ്രശസ്തമായ സിനിമാ ഡയലോഗിനെ ഓർമ്മിപ്പിക്കുന്ന വിധം അല്പം പരിഹാസദ്യോതകമായിട്ടാണ് മനോരമ ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. ചർച്ച നടത്തി മന്ത്രിയും VCയും. 20 ദിവസങ്ങൾക്ക് ശേഷം കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ പോലീസ് സുരക്ഷയിൽ സർവകലാശാല ആസ്ഥാനത്ത് എത്തുന്ന വാർത്ത. നേരത്തെ പറഞ്ഞതുപോലെ ഈ തമാശ കലർന്ന ഹെഡ്ലൈൻ ഒടുവിൽ വിശാല ഹൃദയർ എല്ലാം ക്ഷമിക്കുന്നു. രജിസ്ട്രാറുടെ സസ്പെൻഷനെ തുടർന്ന് കലാപസമാന സാഹചര്യം രൂപപ്പെട്ട കേരള സർവകലാശാലയിൽ 20 ദിവസത്തിന് ശേഷം വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ തിരിച്ചെത്തിയത് അനുരഞ്ജന നീക്കത്തിൻ്റെ ഭാഗമാണ്. പാർട്ടി നിർദ്ദേശത്തെ തുടർന്ന് SFI പ്രതിഷേധത്തിന് മുതിരാതെ ഇന്നലെ മാറി നിന്നു. പ്രതിഷേധത്തിന് മുതിരാതെ മാറി നിന്ന SFIയെ ഇന്നലെ ഏതാണ്ടൊരു പരിഹാസ സ്വരത്തിൽ തന്നെ മോഹൻ കുന്നുമ്മൽ VC അതിന് നന്ദി പറയുന്നതും ഇത്തരത്തിൽ തന്നെ ഈ നിലപാട് തുടർന്നും ഈ സഹകരണം പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതേ വാർത്ത തന്നെ മാതൃഭൂമിയുടെ ഇന്ന് 1ാമത്തെ ഹെഡ്ലൈനാണ്. വളരെ രസകരമായി ലേഔട്ട് ചെയ്ത പേജിൽ യുവിൻ്റെ ഉള്ളിലായി സർവകലാശാലയുടെ ക്ലോക്ക് ടവർ കാണിക്കുന്നു. ടേൺ എന്നാണ് ഇന്നത്തെ മാതൃഭൂമിയുടെ ഹെഡ്ലൈൻ തന്നെ. കേരളയിൽ അടിയന്തര സിൻഡിക്കേറ്റ് നടക്കുന്നു, കനത്ത പോലീസ് സുരക്ഷയിൽ. അതേപോലെ തന്നെ മോഹൻ കുന്നുമ്മൽ VC സർവകലാശാലയിലേക്ക് തടസ്സമില്ലാതെ VC എത്തി. ഡോക്ടറുടെ നിർദ്ദേശാനുസരണം VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ വെള്ളിയാഴ്ച സർവകലാശാലയിലെത്തി. VCയെ ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങളോ SFIയോ തടഞ്ഞില്ല. രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാലയിൽ ഉണ്ടായിരുന്നെങ്കിലും VCയെ മുഖാമുഖം കണ്ടില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ വളരെ സൂക്ഷ്മമായ ആളുകളുടെ ശരീരഭാഷയും ഒക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ തരത്തിലൊക്കെയുള്ള പത്രങ്ങൾ പലതരത്തിൽ പറയുന്നുണ്ട്. ഭാരതാംബയിൽ തുടങ്ങിയ തർക്കം ഒടുവിൽ സർവകലാശാലയുടെ ഭരണ പ്രതിസന്ധിയിലെത്തി നിൽക്കുകയും തെരുവ് യുദ്ധമായി ഒക്കെ മാറുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ ഒരു ടേൺ ആവുകയാണ്. സർക്കാരും CPMും അനുരഞ്ജന പാതയിലാണ്. വിട്ടുവീഴ്ച ചെയ്യണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു എന്ന വാർത്തയും വരുന്നുണ്ട്. ദീപികയിൽ ഇതേ വാർത്ത തന്നെ. ദീപികയിൽ ഇതേ വാർത്ത തന്നെ.
പോരിന് ശമനം എന്ന പേരിലാണ് ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്നത്. പോരിന് ശമനം ഒന്നാമത്തെ ഹെഡ്ലൈൻ തന്നെയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി വൈസ് ചാൻസലർ ചർച്ച നടത്തി. സർവകലാശാലയിൽ 3 ആഴ്ച നീണ്ടുനിന്ന അധികാര തർക്കത്തിന് പരിഹാരമാകുന്നു. സർക്കാർ ഇടപെട്ടതോടെയാണ് സർവകലാശാലയിലെ വൈസ് ചാൻസലർ രജിസ്ട്രാർ പോര് അവസാനിപ്പിക്കാൻ വഴിയൊരുങ്ങുന്നത്. സമാനമായ മറ്റ് 2 പത്രങ്ങളിലും കണ്ടതിന് സമാനമായൊരു ചിത്രം ഇതിലുമുണ്ട്. മോഹൻ കുന്നുമ്മൽ ഇടവേളയ്ക്ക് ശേഷം ഇന്നലെ കനത്ത പോലീസ് സുരക്ഷയിൽ തിരിച്ചെത്തുന്നു. ഇതേ ഭാഷ, ഇതേ ആംഗിളിൽ തന്നെയാണ് മംഗളത്തിലെയും വാർത്ത. സർക്കാർ മുട്ടുമടക്കിയെന്ന് ഒന്നാം പേജിൽ തന്നെ മംഗളം വാർത്ത കൊടുക്കുന്നുണ്ട്. കേരള സർവകലാശാല മുട്ടുമടക്കി സർക്കാർ. ഒപ്പം ഒരു കാർട്ടൂണും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മോഹൻ കുന്നുമ്മലും ഗവർണറും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും ഒക്കെ കഥാപാത്രങ്ങളാകുന്ന ഒരു കാർട്ടൂൺ അതിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അങ്ങനെ ആ ഒരു രണ്ടാമത്തെ വാർത്ത ഇന്ന് എല്ലാ പത്രങ്ങളും എടുത്തിട്ടുള്ളത് ഇത് തന്നെയാണ്. ഇന്നലെ എല്ലാ മനോരമ, ദേശാഭിമാനി, മാതൃഭൂമി പത്രങ്ങളിലൊക്കെ വളരെ പ്രാധാന്യത്തോടെ വന്ന വാർത്താ ചിത്രത്തിലടക്കം വന്നത് രാഹുൽ ഗാന്ധി ഉമ്മൻചാണ്ടി അനുസ്മരണത്തിനെത്തിയതാണ്. ഉമ്മൻചാണ്ടി എനിക്ക് വഴികാട്ടിയ ഗുരു എന്ന് രാഹുൽ ഗാന്ധി പറയുന്ന വാർത്ത. ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ച് നൽകിയ വീടിൻ്റെ താക്കോൽ 87 വയസ്സുകാരി കുട്ടി അമ്മൂമ്മയ്ക്ക് നൽകി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൈമാറുന്നു. താക്കോലിൻ്റെ മാതൃക. ഇപ്പോൾ വീട് വയ്ക്കുകയും വീട് നിർമ്മിച്ച് നൽകുകയും ഒക്കെ ആണല്ലോ പ്രധാന വാർത്തയും വിവാദവും ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ മറ്റൊരു തരത്തിൽ കൂടി അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഇതേ വാർത്ത മാതൃഭൂമിയുടെ വാർത്താ ചിത്രം കുറച്ചുകൂടി ഒരു ഹൃദ്യമാണ്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് സമീപം പ്രാർത്ഥനാനിരതനായി നിൽക്കുന്ന രാഹുൽ ഗാന്ധിയും ചാണ്ടി ഉമ്മനും ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു എന്ന് കല്ലറയിൽ എഴുതി വച്ചിരിക്കുന്നത് കാണാം. അതിനു മുമ്പിൽ 2 നേതാക്കളും നിൽക്കുന്നതും കാണാം. വീക്ഷണം പത്രത്തിലാവട്ടെ ഉമ്മൻചാണ്ടി വഴികാട്ടിയ രാഷ്ട്രീയ ഗുരു എന്ന് പറഞ്ഞ് അവരുടെ ഒന്നാമത്തെ ഹെഡ്ലൈനായി തന്നെ വീക്ഷണം ഇന്ന് കൊടുത്തിരിക്കുന്നത് ആ വാർത്തയാണ്. ഉമ്മൻചാണ്ടി വഴികാട്ടിയ രാഷ്ട്രീയ ഗുരു. അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണത്തെ ഒരു ദിവസം കഴിഞ്ഞും കേരള പത്രങ്ങൾ വളരെ ഗൗരവമായി തന്നെ വളരെ വിശാലമായി തന്നെ വീശി തന്നെ കൊടുത്തിട്ടുണ്ട്. ശിലാഫലകം പുനഃസ്ഥാപിച്ച വാർത്തയും വീക്ഷണത്തിൽ ഇന്ന് ഉണ്ട്. അതായത് ഉമ്മൻചാണ്ടിയുടെ പേരിലുണ്ടായിരുന്ന ശിലാഫലകം എടുത്തു മാറ്റിയതിന് ശേഷം അവിടെ മറ്റൊരു സർക്കാർ അനുകൂല ഫലകം സ്ഥാപിച്ചത് എടുത്തു മാറ്റിയ വാർത്തയും വളരെ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഉമ്മൻചാണ്ടി, അതേപോലെ തന്നെ ഏറ്റവും ആദ്യം പറഞ്ഞതുപോലെ തന്നെ തേവലക്കര സ്കൂളിലെ പ്രശ്നം, ഒപ്പം സർവകലാശാലയിലെ ഒത്തുതീർപ്പ്, ഇതൊക്കെയാണ് ഇന്ന് മലയാള പത്രങ്ങൾ വളരെ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഓക്കെ സുജിത്ത്.